മൈസൂർ സൂ പാർട്ട് 2 ഇതാ വലിയൊരു കാട്ടുപോത്തിനെ കാണാം. ഈ ഒരു കാട്ടുപോത്തിനെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ബാഹുബലിത്തെ ആ ഒരു കാട്ടുപോത്തിനായിട്ടുള്ള ഫൈറ്റാണ് ഓർമ്മ വരുന്നത്. പിന്നെ ഇതാ ഇവിടെ ഒരുപാട് ആനകളെ കാണാം. ആ ഒരു ആനനെ കാണാൻ ഐസേജത്തെ ആനനെ പോലെ ഉണ്ട് കേട്ടോ. ആന ഒറ്റയ്ക്ക് കുളിക്കുകയൊക്കെ ചെയ്യൂലേ. ഈ ഒരു മരമൊക്കെ സൂ തുടങ്ങിയ മുതൽ ഇവിടെ ഉള്ളതാണ് തോന്നുന്നത്. വലിയൊരു മരം. ഇതിനെ കാണാൻ ഐസേജിൽ ആ തേങ്ങ കൊണ്ടെടുക്കുന്ന സാധനത്തിനെ പോലെ അല്ലേ. നല്ലൊരു ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരുപാട് മരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മഴ കൊള്ളണില്ല. ഇതാണ് സിംഹത്തിനൊക്കെ കാട്ടുന്ന് പിടിച്ചുകൊണ്ടിരുന്ന വലിയൊരു കൂട് കണ്ടില്ലേ. പിന്നെ നമുക്ക് ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. ഇവിടെ ഫുഡും സ്വീറ്റ് കോണും പാനിപ്പൂരിയും ഒക്കെ ഉണ്ട്. സ്വീറ്റ് കോൺ എൻ്റെ ഫേവറേറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മളൊരു കുൽഫിയും വാങ്ങി. ഈ ഒരു ചൂടത്ത് കുൽഫി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ കുരങ്ങന്മാരെ ശ്രദ്ധിക്കുക. കാരണം ഫുഡ് വായേക്ക് വെക്കുന്നതിന് മുന്നേ കുരങ്ങന്മാർ തട്ടിപ്പറിച്ചു കൊണ്ടുപോകും. അങ്ങനെ ദാ നമ്മൾ റെപ്റ്റൈൽ സോണിലെത്തി പാമ്പിനെ കാണാം. ഈ പാമ്പിനൊക്കെ കാണുമ്പോൾ എന്തോ ഒരു ഇറിറ്റേഷൻ വരുന്നു. പച്ചളി പാമ്പിനൊക്കെ കണ്ടില്ല. ഇതിനൊക്കെ എങ്ങനെ കാണാം. ഈ ചെടിമലൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ചുരുണ്ട് കൂടി കിടക്കുന്നതാ. കിങ് കോബ്ര ഒക്കെ ഉണ്ട് കേട്ടോ. കിങ് കോബ്ര ഒക്കെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങുകയാണെന്നാ തോന്നുന്നത്. പിന്നെ ദാ അനക്കോണ്ടൊക്കെ നമ്മൾ സിനിമയിലെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അതാ നേരിട്ട് കാണുമ്പോൾ